എല്ലാവർക്കും നമസ്കാരം. റൈ ഓപ്റ്റിക്സിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രതിപതനമാണ് പഠിച്ചത്, അതായത് റിഫ്രാക്ഷൻ. അതുമായി ബന്ധപ്പെട്ട് 2 ലോകൾ പഠിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നെൽസ് ലോയാണ്. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയ അതേ എക്സ്പെരിമെൻ്റ് തന്നെ വേറൊരു രീതിയിൽ ചെയ്തു നോക്കിയാണ് ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. പ്രകാശത്തെ എയറിലേക്ക് കടക്കുവാൻ അനുവദിക്കുന്നു. ശ്രദ്ധിക്കുക എല്ലാവരും. ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് പ്രകാശം റിഫ്രാക്റ്റ് ചെയ്ത് എയറിലൂടെ പോകുന്നു. ബാക്കിയുള്ള പ്രകാശം റിഫ്ലക്റ്റ് ചെയ്ത് വാട്ടറിലേക്ക് തന്നെ തിരികെ വരുന്നു. അതായത് അപവർത്തനവും പ്രതിപതനവും ഒരേ സമയം നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വർദ്ധിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ലൈറ്റ് വായുവിലേക്ക് കടക്കുന്നതിന് പകരം പൂർണ്ണമായിട്ടും വാട്ടറിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഈ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ഇന്ന് പഠിക്കുവാനുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ട എക്സ്പെരിമെൻറ്റ് നമ്മൾക്ക് അതൊരു അനിമേഷൻ്റെ സഹായത്തോടു കൂടി ഒന്നും കൂടി മനസ്സിലാക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ കാണുന്നത് 2 മീഡിയം, ഒന്ന് റെയറർ മീഡിയം, ഡെൻസർ മീഡിയം. എന്താണ് റെയറർ, എന്താണ് ഡെൻസർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പ്രകാശ സാന്ദ്രത കുറഞ്ഞ മീഡിയത്തിനെ വിളിക്കുന്ന പേരാണ് റെയറർ. പ്രകാശ സാന്ദ്രത കൂടിയതിനെ നമ്മൾ ഡെൻസർ എന്ന് വിളിക്കുന്നു. ഈ മീഡിയത്തിൽ ഞാൻ ഒരു 4 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 4 നോർമലുകളും വരച്ചിരിക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ട്. ഇനി ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് സഞ്ചരിക്കുന്നു. നിങ്ങൾക്കിവിടെ കാണാം, കുറച്ച് ലൈറ്റ്, ഒരു ഭാഗം ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തു, ഒരു ഭാഗം ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്തു. ഒന്നാമത്തെ കേസിൽ. രണ്ടാമത്തെ കേസിൽ ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വർദ്ധിപ്പിച്ചു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വർദ്ധിപ്പിക്കുമ്പോൾ റിഫ്രാക്ഷനും വർദ്ധിക്കുന്നു. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വർദ്ധിച്ചു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ നോർമലിൽ നിന്നും എവേ ഫ്രം ദി നോർമൽ, ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യുന്നത് എവേ ഫ്രം ദി നോർമലാണ്. അപ്പോൾ ഇതാ രണ്ടാമത്തെ കേസിൽ വീണ്ടും ഡീവിയേറ്റ് ചെയ്തു. എങ്കിലും ഒരു ഭാഗം റിഫ്രാക്റ്റ് ചെയ്യുന്നു, ഒരു ഭാഗം റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നത് 2 മീഡിയത്തിൻ്റെയും ഇൻ്റർഫേസിലൂടെ ലൈറ്റ് മൂവ് ചെയ്യുന്നു. ഒരു ആംഗിൾ ഇവിടെ വീണ്ടും കൂട്ടി. അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ലൈറ്റ് പൂർണ്ണമായിട്ടും 2 മീഡിയത്തിൻ്റെയും ഇൻ്റർഫേസിലൂടെ സഞ്ചരിക്കുന്നു. നാലാമത്തെ കേസ് നമുക്ക് നോക്കാം. നാലാമത്തെ കേസിൽ കാണുന്നത് ഇൻസ്റ്റെഡ് ഓഫ് റിഫ്രാക്ഷൻ, ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് കംപ്ലീറ്റ്ലി ടു ദി ഫസ്റ്റ് മീഡിയം. ദിസ് ഫെനോമിനൻ ഈസ് നോൺ ആസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കേസ് നോക്കുക. അതായത് ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്തിരിക്കുന്നത് 2 മീഡിയത്തിൻ്റെയും കൂടെ ഇൻ്റർഫേസിലൂടെയാണ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദാറ്റ് മീൻസ് ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയാണ്. സോ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കംസ് 90. ആ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. മലയാളത്തിൽ അതിനെ ക്രാന്തിക കോൺ എന്ന് വിളിക്കും. സോ വാട്ട് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ? It is the angle at which the refracted ray or the angle of refraction becomes 90 degree. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ക്രാന്തിക കോൺ. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വാട്ട് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയാൻ കഴിയും. വെൻ എ റേ ഓഫ് ലൈറ്റ് ട്രാവൽസ് ഫ്രം denser medium to rarer medium at a
പർട്ടിക്കുലർ ആംഗിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം എബവ് എ പർട്ടിക്കുലർ ആംഗിൾ ദ ഇൻസിഡൻറ്റ് റേ റിഫ്ലക്റ്റഡ് കംപ്ലീറ്റ്ലി ടു ദി ഡെൻസർ മീഡിയം. ദിസ് ഫെനോമിനൻ ഈസ് നോൺ ആസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ there are two conditions. First one, the light ray should travel from denser medium to rarer medium. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൂർണ്ണാന്തര പ്രതിപതനം നമ്മൾക്ക് കാണണമെങ്കിൽ ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് പതിക്കണം. അത് മാത്രം പോരാ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി മോർ ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. അതായത് ക്രാന്തിക കോണിനേക്കാൾ കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡെൻസർ മീഡിയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇതും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ടു കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ, ലൈറ്റ് റേ ഷുഡ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. അനദർ കണ്ടീഷൻ, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് ദി ഡെൻസർ മീഡിയം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കേസിൽ സ്നെൽസ് ലോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എഴുതാവുന്നത് സൈൻ ഐ സി ഡിവൈഡഡ് ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n/1. ഇവിടെ ഐ സി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളാണ് അറ്റ് ദി ഫസ്റ്റ് മീഡിയം. സൈൻ ആർ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനാണ്. n/1 എന്ന് വേണമെങ്കിൽ എഴുതാം, നമ്മൾ പഠിച്ചു. ഇനി n1, അതായത് രണ്ടാമത്തെ മീഡിയം എയർ ആണ് എങ്കിൽ നമ്മൾക്കതിനെ ജനറലായിട്ട് n എന്നെഴുതാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഫസ്റ്റ് മീഡിയം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടത് സൈൻ ഐ സി ഡിവൈഡഡ് ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n/1. ഇവിടെ ആർ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമ്മൾക്കിതിനെ വീണ്ടും സൈൻ ഐ സി ഈസ് ഈക്വൽ ടു n/1 എന്ന് എഴുതാം. n/1 നമ്മൾക്ക് n/12 എന്നെഴുതാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം. അപ്പോൾ അതിന് എഴുതേണ്ടത് റെസിപ്രോക്കലാണ്, നമ്മൾ പഠിച്ചു. സോ 1/n/12, അതായത് ലൈറ്റ് പതിച്ച മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓർ വി ക്യാൻ റൈറ്റ് n/12 ഈസ് ഈക്വൽ ടു 1/sin IC. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ദി സൈൻ ഓഫ് ദി ക്രിട്ടിക്കൽ ആംഗിൾ. സോ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദി സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓർ ജനറലി വി ക്യാൻ റൈറ്റ് n ഈസ് ഈക്വൽ ടു 1/sin IC. ഇവിടെ n എന്ന് പറയുന്നത് ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുവാൻ പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. n ഈസ് ഈക്വൽ ടു 1/sin IC, വേർ IC ഈസ് ദി ക്രിട്ടിക്കൽ ആംഗിൾ, ക്രാന്തിക കോൺ. ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രകൃതിയിലും അതുപോലെ തന്നെ ടെക്നോളജിയിലും പല ആപ്ലിക്കേഷൻസും ഉണ്ട്. പ്രകൃതിയിൽ നമ്മൾക്ക് കാണാവുന്ന ചില പ്രതിഭാസങ്ങൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്നാമത്തേതാണ് മിറേജ്. എന്താണ് മിറേജ്? സാധാരണ മരുഭൂമിയിലാണ് മിറേജ് പ്രത്യക്ഷമാകുന്നത്. എന്നാൽ നമ്മൾക്ക് സമ്മർ സീസണിലെ നല്ലൊരു ഹോട്ട് ഡേയിൽ ടാറിട്ട റോഡിൽ കൂടി പോകുമ്പോൾ 5-6 കിലോമീറ്റർ ദൂരെ ഉള്ള സ്ഥലം നമ്മൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെയുള്ള പോസ്റ്റുകൾ എല്ലാം അതിൻ്റെ നിഴൽ റോട്ടിൽ കാണാം, അല്ലെങ്കിൽ റോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ ഈ ഫീലിംഗ് ഉണ്ടാകാനുള്ള കാരണം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് മിറേജ്. എന്താണ് ഈ മിറേജ് എന്ന് നമുക്ക് ഒരു അനിമേഷൻ്റെ സഹായത്തോടു കൂടി നോക്കാം. നമ്മളിവിടെ കാണുന്ന ഒരു റോഡാണ്, അവിടെ ഒരാൾ നിൽക്കുന്നു ഒരു സൈഡിൽ. അപ്പോൾ ദൂരെയുള്ള ഒരു മരം, ഒരു 5-6 കിലോമീറ്റർ ദൂരെ റോഡ് കാണാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് മിറേജ് കാണാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല സമ്മർ സീസണിൽ നല്ല ഹോട്ട് ഡേ ആയിരിക്കണം. ശരി, അപ്പോൾ ഇവിടെ നിന്നും വരുന്ന ലൈറ്റ് ഇയാളുടെ കണ്ണിൽ പതിക്കുന്നു.
അപ്പോൾ സമ്മർ സീസണിൽ നമ്മൾക്കറിയാം റോഡിൻ്റെ തൊട്ടടുത്ത ലെയർ എയർ എക്സ്പാൻഡ് ചെയ്യുന്നു, ഹീറ്റ് കാരണം എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നു. തൊട്ട് മുകളിലുള്ള ലെയറിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. അതായത് ഈ ട്രീയിൽ നിന്നും വരുന്ന ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. കാരണം റോഡുമായി കോണ്ടാക്റ്റിലുള്ള അടുത്തടുത്ത ലെയറുകൾ ചൂട് കാരണം എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുന്നു. അപ്പോൾ റെയറർ മീഡിയമാണ്. തൊട്ടു മുകളിലുള്ള മീഡിയം ഡെൻസറാണ് ഇതിനെ അപേക്ഷിച്ച്. അപ്പോൾ അവിടെ നിന്ന് വരുന്നൊരു ലൈറ്റ് ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ കാരണം വളഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് പതിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ ട്രീ അദ്ദേഹം കാണുന്നത് ആ ലൈറ്റ് പുറകോട്ട് നീട്ടിയാൽ എവിടെ ചെന്ന് പതിക്കുന്നുവോ അവിടെ അദ്ദേഹം ആ മരത്തിൻ്റെ ഇമേജ് കാണുന്നു. ഇമേജ് ഉണ്ടെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ ഇമേജ് കാണുമ്പോൾ അദ്ദേഹം ധരിക്കുന്നത് അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ മിറേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭൂമിയിലുള്ള ഫെനോമിനനാണ് മിറേജ്. ഇത് സമ്മർ ഡേയ്സിൽ ഹോട്ട് ഡേയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നു. കാരണം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ, റോഡുമായി അടുത്ത നിൽക്കുന്ന എയർ ആ ലെയർ കൂടുതൽ ചൂട് പിടിക്കുന്നതിൻ്റെ ഫലമായി എക്സ്പാൻഡ് ചെയ്യുന്നു. സോ ഇറ്റ് ബിക്കംസ് റെയറർ. തൊട്ട് മുകളിലുള്ളത് ഡെൻസർ ആയിരിക്കും. ലൈറ്റ് റേസ് ആർ കമ്മിങ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. വെൻ ലൈറ്റ് റേ കമ്മിങ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം അറ്റ് എ പർട്ടിക്കുലർ ആംഗിൾ ഓൾ ദ റേ വിൽ ബി റിഫ്രാക്റ്റഡ് ടു ദി ഒറിജിനൽ മീഡിയം. അതുകൊണ്ട് ഈ വരുന്ന റേ മുഴുവനും അതേ ഡയറക്ഷനിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. പൂർണ്ണാന്തര പ്രതിപതനം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അതായത് അതിൻ്റെ ഇമേജ് നമ്മളിവിടെ കാണുന്നു. ആ ലൈറ്റിൻ്റെ റേയുടെ നമ്മൾ നേരെ പുറകോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നീട്ടുകയാണെങ്കിൽ അത് എവിടെ ചെന്ന് മുട്ടുന്നോ അവിടെ നമ്മൾ ഈ ട്രീയുടെ ഇമേജ് കാണുന്നു. അങ്ങനെ ഇമേജ് കാണുമ്പോൾ നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നു. ഇതിനാണ് നമ്മൾ മിറേജ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഫെനോമിനാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇൻ ഡയമണ്ട്സ്, ഗ്ലിറ്ററിങ് ഓഫ് ഡയമണ്ട്. നമ്മൾക്കറിയാം വജ്രത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ തിളക്കമാണ്, ഗ്ലിറ്ററിങ് ഓഫ് ഡയമണ്ട്സ്. ഈ ഡയമണ്ടുകൾ ഇങ്ങനെ ഗ്ലിറ്റർ ചെയ്യാനുള്ള കാരണവും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. ഡയമണ്ടിൻ്റെ സൈഡുകൾ പല ആംഗിളിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ പതിക്കുന്ന ലൈറ്റ്, ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന ലൈറ്റ് അടുത്ത എഡ്ജിൽ തട്ടിക്കഴിയുമ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാവുകയും അത് പല പല എഡ്ജുകളിൽ തട്ടി ഏതെങ്കിലും ഒന്നോ രണ്ടോ ഫേസിലൂടെ മാത്രം പുറത്തേക്ക് വരുന്ന ലൈറ്റ്. അപ്പോൾ ആ പുറത്ത് വരുന്ന ആ പോയിൻ്റ് ഗ്ലിറ്റർ ചെയ്യുന്നതായിട്ട്, തിളങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇതാണ് പ്രകൃതിയിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനുമായിട്ട് കാണുന്ന വേറൊരു പ്രതിഭാസം, ഗ്ലിറ്ററിങ് ഓഫ് ഡയമണ്ട്സ്. ഇനി പ്രിസംസ്, അതായത് ഒരു ഇമേജിനെ 90 ഡിഗ്രി തിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇമേജിനെ 180 ഡിഗ്രി തിരിക്കണം. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസം ഉപയോഗിച്ച് നമ്മളത് ചെയ്യാറുണ്ട്. ഉദാഹരണം, ഇവിടെയുള്ള പ്രിസം, ഒരു ഒബ്ജക്റ്റ് ആ പ്രിസത്തിൻ്റെ ഒരു സൈഡിലിരിക്കുന്നു. അതിൽ നിന്നും വരുന്ന ലൈറ്റിൻ്റെ ഡയറക്ഷൻ നോക്കുക. അതിൽ നിന്നും വരുന്ന ലൈറ്റ് അതിൻ്റെ അടുത്ത എഡ്ജിൽ തട്ടി 90 ഡിഗ്രി തിരിഞ്ഞ് നമ്മൾ ഇമേജിനെ താഴെ കാണുന്നു. ഇടതുവശത്തുണ്ടായിരുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമ്മൾക്ക് 90 ഡിഗ്രി തിരിഞ്ഞ് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ 180 ഡിഗ്രി തിരിക്കണമെന്ന് വിചാരിക്കുക. എങ്കിൽ അതായത് ഒബ്ജക്റ്റിൻ്റെ അതേ സൈഡിൽ തന്നെ ഇമേജ് കാണണം എങ്കിലും നമ്മൾക്ക് ഇങ്ങനെയുള്ള പ്രിസം ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാമാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നമുക്ക് ദൃശ്യമാകുന്നത്. ഇനി ഇതിൻ്റെ ടെക്നോളജിക്കൽ യൂസസ്, അതിൻ്റെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ യൂസസ് ഇൻ ഓപ്റ്റിക് ഫൈബേഴ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓപ്റ്റിക് ഫൈബർ. ഓപ്റ്റിക് ഫൈബറിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ മൂലമാണ് ലൈറ്റ് ഒരു സൈഡിൽ നിന്നും അടുത്ത സൈഡിലേക്ക് നീങ്ങുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ഓപ്റ്റിക്കൽ ഫൈബർ, ഇതിൻ്റെ ഔട്ടർ കവറിങ്, ഇതിനൊരു ഔട്ടർ കവറിങ് ഉണ്ട്. ഒരു ഓപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ഒരു കോറും ഒരു ഔട്ടർ കവറിങ്ങും. ഈ ഔട്ടർ കവറിങ്ങിൻ്റെ
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതിനെ N2 എന്ന് വിളിക്കുന്നു. ഉള്ളിലുള്ളതിനെ N1 എന്ന് വിളിക്കുകയാണെങ്കിൽ N2 വിൽ ബി ലെസ് ദാൻ N1. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ N1-നായിരിക്കും. സോ ഇതിനുള്ളിൽ പ്രവേശിക്കുന്ന ലൈറ്റ് സ്റ്റാർട്ടിങ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയം, ഔട്ടർ ലെയറിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ആംഗിൾ, അതായത് ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലുള്ള ഒരാംഗിളിലാണ് ഇതിൻ്റെ ഔട്ടർ കവറിങ്ങും കോറും തമ്മിലുള്ള ഇൻ്റർഫേസിൽ പതിക്കുന്നത് എങ്കിൽ അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാകുന്നു. അങ്ങനെ അത് ഒരെൻഡിൽ നിന്നും അടുത്ത എൻഡിലേക്ക് നീങ്ങുന്നു. ദിസ് ഈസ് വൺ ഓഫ് ദി ടെക്നോളജിക്കൽ യൂസസ് ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുവാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, what are the conditions required for total internal reflection, then what are the phenomena we can observe in the nature related to total internal reflection, and in optic fiber how light moving from one side to another side. ഇപ്പോൾ നമ്മൾ പഠിച്ചതെല്ലാം കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ, ഈ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ പഠിച്ചത് റിഫ്രാക്ഷൻ അറ്റ് ദി പ്ലെയിൻ സർഫസിലുണ്ടാകുന്ന റിഫ്രാക്ഷനെ കുറിച്ചാണ്. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് റിഫ്രാക്ഷൻ അറ്റ് ദി കേർവ്ഡ് സർഫസ്, ഒരു കേർവ്ഡ് സർഫസ്, ആ സർഫസിലുണ്ടാകുന്ന റിഫ്രാക്ഷൻ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു സ്പെറിക്കൽ റിഫ്രാക്റ്റിംഗ് സർഫസാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്. അത് N1 എന്നുള്ള റിഫ്രാക്റ്റിംഗ് മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിൽ O എന്ന പോയിൻറ്റിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, 2 റേ ഉപയോഗിച്ച് നമുക്ക് ഇമേജ് എവിടെ ഫോം ചെയ്യും എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു റേ, അതിൽ നിന്നും വരുന്ന ഒരു റേ N എന്ന പോയിൻറ്റിൽ പതിക്കുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ അത് റിഫ്രാക്ഷന് ശേഷം I എന്ന പോയിൻറ്റിൽ വരുന്നു. അതുപോലെ തന്നെ അടുത്ത റേ ദാറ്റ് ഈസ് മൂവിങ് ത്രൂ ദി പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഈ 2 റേയും I എന്ന പോയിൻറ്റിൽ മീറ്റ് ചെയ്യുന്നത് കൊണ്ട് O എന്ന ബിന്ദുവിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമ്മൾക്ക് ലഭിക്കുന്നത് I എന്ന പോയിൻറ്റിലായിരിക്കും. ഇനി N എന്ന ബിന്ദുവിലൂടെ നമ്മൾ ഒരു നോർമൽ വരയ്ക്കുന്നു. ആ സർഫസിന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു സ്പെറിക്കൽ സർഫസിന് നോർമൽ വരച്ചാൽ അത് അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകും. അതുകൊണ്ട് ആ പോയിൻറ്റിനെ C എന്നും വിളിക്കുന്നു. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ 3 ആംഗിൾസും ആൽഫ, ബീറ്റ, ഗാമ ഇതും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എങ്കിൽ ആദ്യമായി നമ്മൾ ട്രയാങ്കിൾ ONM കൺസിഡർ ചെയ്യുന്നു. ONM ട്രയാങ്കിൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഒരു പെർപെൻഡിക്കുലർ വരച്ചെങ്കിൽ മാത്രമേ ട്രയാങ്കിൾ ആവുകയുള്ളൂ. എങ്കിലും ആ പെർപെൻഡിക്കുലർ വരച്ചാൽ അത് M എന്ന പോയിൻറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതായതുകൊണ്ട് നമ്മളിതിനെ ഒരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ട്രയാങ്കിൾ ONM, അതിൽ ടാൻ ആൽഫ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു നമ്മൾക്കറിയാം MN ഡിവൈഡഡ് ബൈ OM. സോ ഫ്രം ട്രയാങ്കിൾ ONM ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു MN ഡിവൈഡഡ് ബൈ OM. ഇനി നമ്മൾക്ക് ട്രയാങ്കിൾ MNC കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ MNC. സോ ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു MN ഡിവൈഡഡ് ബൈ MC. അതുപോലെ തന്നെ ട്രയാങ്കിൾ CNI കൺസിഡർ ചെയ്യാം. CNI, അതിൽ നിന്നും ഗാമ കണ്ടുപിടിക്കാം. ടാൻ ഗാമ ഈസ് ഈക്വൽ ടു MN ഡിവൈഡഡ് ബൈ MI. ഇനി നമ്മൾക്ക് N എന്ന ബിന്ദുവിലാണ് ലൈറ്റ് പതിക്കുന്നത്. അവിടെ നമ്മൾക്ക് സ്നെൽസ് ലോ എന്നും അപ്ലൈ ചെയ്യാം. സോ വി വിൽ ഗെറ്റ് sin I ബൈ sin R ഈസ് ഈക്വൽ ടു N21 ഓർ sin I ബൈ sin R ഈസ് ഈക്വൽ ടു N2 ബൈ N1. പഠിച്ചു വേണം, N2 ബൈ N1. ഇവിടെ ആംഗിൾ ചെറുതായതുകൊണ്ട് sin I ക്യാൻ ബി ട്രീറ്റഡ് ആസ് I ആൻഡ്
sin r can be treated as r. So it will become I by r is equal to n2 by n1. Again, consider the triangle ONC. ഈ ONC എന്ന ട്രയാങ്കിളുടെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് I. സോ വി ക്യാൻ റൈറ്റ് I ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ. അതുപോലെ ട്രയാങ്കിൾ CNI അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എഴുതാം ബീറ്റ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ഗാമ ഓർ ആർ ഈസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ. ഇപ്പോൾ നമുക്ക് എഴുതാം I ഈസ് ഈക്വൽ ടു MN ബൈ OM പ്ലസ് MN ബൈ MC. അതുപോലെ തന്നെ R ഈസ് ഈക്വൽ ടു MN ബൈ MC മൈനസ് MN ബൈ IC എന്നെഴുതാം. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് I by R is equal to N2 by N1. So N1I is equal to N2R. ഇതിൽ നമ്മൾ ഐയുടെയും ആറിൻ്റെയും വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് N1 ഇൻറ്റു MN by OM പ്ലസ് MN by IC ഈസ് ഈക്വൽ ടു N2 ഇൻറ്റു MN by MC മൈനസ് MN by IC. MN ക്യാൻസലാക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് N1 by OM പ്ലസ് N1 by MC ഈസ് ഈക്വൽ ടു N2 by MC മൈനസ് N2 by IC. നമ്മൾ സൈൻ കൺവെൻഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. സൈൻ കൺവെൻഷൻ അനുസരിച്ച് നമ്മൾക്കറിയാം all the measurements in the direction of positive x direction taken as positive, negative x direction taken as negative, all the measurements are starting from pole. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ N1 by U പ്ലസ് N1 by R ഈസ് ഈക്വൽ ടു N2 by R മൈനസ് N2 by V, or we can rewrite it as N2 by V minus N1 by U is equal to N2 minus N1 all divided by R. This equation gives the relation among object distance, image distance, radius of curvature and refractive index. So ഇത് എല്ലാവരും ഓർത്തിരിക്കണം. ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡെറിവേഷൻസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഡെറിവേഷൻ ഒരു ലൈറ്റ് റേ N1 മീഡിയത്തിൽ നിന്നും N2 മീഡിയത്തിലേക്ക് റിഫ്രാക്റ്റ് ചെയ്യുന്നു, സ്പെറിക്കൽ സർഫസിൽ റിഫ്രാക്റ്റ് ചെയ്യുന്നു എങ്കിൽ അവയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും അതുപോലെ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള ബന്ധം N2 by V മൈനസ് N1 by U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 by R. അപ്പോൾ ഈ ക്ലാസ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഒന്നാമത് പഠിച്ചത് TIR, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫസസ്. അതിൻ്റെ ഒരു ഡെറിവേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തു. ഡെറിവേഷൻ ഇങ്ങനെയാണ്: N2 by V മൈനസ് N1 by U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 by R. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ആ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ചെയ്തു നോക്കണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.